ഹായ് ഫ്രണ്ട്സ്, എവിടെയെങ്കിലും പോകാൻ നേരം ഡ്രസ്സ് എടുത്ത് അയൺ ചെയ്യാൻ നോക്കുമ്പോഴായിരിക്കും കറണ്ട് പോകുന്നത് അല്ലേ. ഈ ഒരു അവസ്ഥ പലർക്കും നേരിട്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് കറണ്ട് പോകുന്ന സമയത്ത് ആദ്യമൊക്കെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് ചിരട്ടയുടെ ഇസ്തിരിപ്പെട്ടിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ അത് വളരെ കുറവാണ്. അപ്പൊ അതുമല്ല, അത് പ്രിപ്പയർ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ ഒരു അവസരത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അയൺ ചെയ്തെടുക്കാൻ ഒരു ടിപ്പ് ചെയ്തെടുക്കാം. അതുപോലെ അയൺ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കറണ്ടിൽ അയൺ ചെയ്ത അതേ ഫീല് കിട്ടും. അപ്പൊ അതിനെക്കുറിച്ചാണ് ഈ ടിപ്പ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പൊ എന്താണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പൊ അതിനായി നമുക്കിത് ഒരു കുക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ കുക്കറിലേക്ക് നമുക്ക് ആവശ്യമായത് ഉപ്പിന്റെ പൊടിയാണ്. അപ്പൊ അതിനായത് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി നമുക്ക് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. കല്ലുപ്പിനെക്കാളും നല്ലത് പൊടിയിട്ടാണ്. ഈ കട്ടയൊക്കെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അതുപോലെ നമുക്ക് നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. അതുപോലെ നന്നായി ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് അടുപ്പിലൊന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനത് അടുപ്പിലൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ചൂട് കിട്ടണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിത് ഒരു ഡ്രസ്സിന് വേണ്ടി മാത്രമാണ്. അപ്പം ഞാനത് ഇത്രയും ഉപ്പ് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനത് നന്നായി ഇതൊക്കെ ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചൂട് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അപ്പോൾ അത്യാവശ്യം ഒന്ന് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം. ഒരുപാട് അപ്പോൾ അത് അത്യാവശ്യം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ചൂട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൻ്റെ മൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ക്ലോസ് ചെയ്തെടുക്കാം കേട്ടോ. അതിൻ്റെ മൂടി ഇട്ടിട്ട് ഇതൊന്ന് ക്ലോസ് ചെയ്തെടുക്കുന്നുണ്ട്. ശരിക്കും നന്നായി ഒന്ന് ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിത് അത്യാവശ്യം നന്നായി ഒന്ന് ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് അയൺ ചെയ്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൻ്റെ അടിഭാഗത്ത് ഒരുപാട് ചൂടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം. അത് നമ്മൾ സാധാരണ അയൺ ബോക്സിൽ ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരുപാട് ചൂടുണ്ടോ എന്നൊക്കെ നോക്കണം. പെട്ടെന്ന് തന്നെ തുണിയിലേക്ക് വെക്കുമ്പോൾ ഇനി ഇതുപോലെ ജസ്റ്റ് കേട്ടോ, ഇതുപോലെ ഒന്നിങ്ങനെ ആക്കി വെച്ച് കൊടുക്കുക. നമ്മൾ അയൺ ബോക്സ് ഓടിക്കുന്ന പോലെ ഇതുപോലെ ഒന്ന് ആക്കി വെച്ച് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, ഇതുപോലെ നമ്മൾ നന്നായി ഒന്ന് അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ആ പെർഫെക്റ്റ് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ കുക്കറിൻ്റെ അടിഭാഗത്തൊന്നും ഇല്ലാത്ത കുക്കർ എടുക്കാൻ ശ്രദ്ധിക്കും. അടിഭാഗത്ത് എന്തെങ്കിലും ചളിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഡ്രസ്സിലേക്ക് ആവും. അതുകൊണ്ടാണ് പറയുന്നത്. നല്ല വൃത്തിയുള്ള കുക്കറൊക്കെ എടുത്തിട്ട് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും നല്ലൊരു ടിപ്പാണിത്. കറണ്ടൊക്കെ ഇല്ലാത്ത സമയത്ത് നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ടിപ്പ് പരീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ ടിപ്പുകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.